പിന്നെ വേറൊരു കാര്യമുള്ളത് അവിടെ ഭജൻസ്. ഞാൻ പല ഗ്രൂപ്പിൻ്റെ ഭജൻസ് കേൾക്കാറുണ്ട്. പക്ഷേ പുട്ടപർത്തിയിലെ ഭജൻസ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് കേൾക്കാവുന്നതാണ്. നമ്മളെ കോരിത്തരിപ്പിക്കുന്ന, വളരെ മനസ്സിന് സമാധാനവും സന്തോഷവും തരുന്ന ഭജൻസാണ്. മിക്കവാറും ഭജൻസ് മുഴുവൻ ദൈവകീർത്തനങ്ങളാണ്, കുറേ സ്വാമിയെ പ്രകീർത്തിക്കുന്നതാണ്. വേറൊരു കാര്യം ഞാൻ അവിടെ കണ്ടത്, സ്വാമി തന്നെ പാടുമല്ലേ? സ്വാമി ഇടയ്ക്ക് പാടാറുണ്ട്. സ്വാമിയുടെ ശബ്ദം സ്പിരിറ്റിന്റെ ശബ്ദമാണ്, അതായത് ഒരു പ്രത്യേക ഷ്രിൽ വോയിസാണ്. അപ്പോൾ വേറൊരു കാര്യം അവിടെ ഞാൻ കണ്ടത് വേദം ചൊല്ലലാണ്. ആദ്യമായിട്ടാണ് ഈ രുദ്രം ചൊല്ലല് ഞാൻ അനുഭവിക്കുന്നത്. അതൊരു മഹാ അനുഭവം തന്നെയാണ്. പണ്ഡിതരായ വേദം പഠിച്ചിട്ടുള്ളവരായിട്ടുള്ള, അനേക വർഷക്കാലം വേദം പഠിച്ചിട്ടുള്ള പണ്ഡിതരായ ഗുരുക്കന്മാർ രാവിലെയും വൈകിട്ടും 1 മണിക്കൂർ രുദ്രം ചൊല്ലുകയാണ്. നമ്മുടെ വേദാന്തത്തിലെ പ്രധാനപ്പെട്ട മന്ത്രങ്ങളെല്ലാം അവിടെ വേദം ചൊല്ലി, അവിടെ വലിയൊരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറാണുള്ളത്. പിന്നീട് അടുത്ത വിസിറ്റിന് എനിക്ക് മനസ്സിലായി, അവിടെ ചെല്ലുന്നവരിലെ ഏതാനും പേരെ സ്വാമി വിളിച്ച് സ്വന്തം മുറിയിൽ കൊണ്ടുപോയി അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് പല രീതിയിലുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യം എന്നുള്ളത് മരുന്ന് കൂടാതെയുള്ള അസുഖങ്ങൾ മാറ്റുന്നതാണ്. സ്വാമി ഒന്നുകിൽ വിഭൂതി കൊടുത്ത്, അല്ലെങ്കിൽ ഒരു ടച്ച് കൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്വീറ്റ് നിർമ്മിച്ചുകൊണ്ട് ഈ രോഗപീഡിതനായ വ്യക്തിക്ക് കൊടുക്കുകയും ആ രോഗം മാറ്റുകയും ചെയ്യും. ഇതിൻ്റെ കഥകളൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് സംബന്ധിച്ച് കുറേ പുസ്തകങ്ങൾ വാങ്ങിക്കാം എന്നും പറഞ്ഞു. അതിലൊരു പുസ്തകമാണ് പ്രൊഫസർ പ്രേം ലുധാറിയ എഴുതിയ ശ്രീ സത്യസായി ബാബ, മിറക്കിൾസ് ഓഫ് ശ്രീ സത്യസായി ബാബ എന്ന് പറഞ്ഞ ഈ പുസ്തകം. ഇത് ഞാൻ വാങ്ങിച്ചു. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത എൻ്റെ സ്പീച്ചിൽ പറയുന്നതായിരിക്കും. അതിന് കാരണം ദക്ഷിണാഫ്രിക്കയിലെ ഒരു കാര്യവും കൂടെ പറയാൻ ഞാൻ അത് വിട്ടുപോയി. അതും കൂടെ പറഞ്ഞിട്ട് അടുത്ത സെഷനിലേക്ക് കിടക്കാം. ദക്ഷിണാഫ്രിക്കയിൽ ഞാനൊരു കോഴ്സിന് പോയിരിക്കുകയായിരുന്നു. എൻ്റെ സ്ഥലത്ത് നിന്ന് ഡർബാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഈ ഡർബാനിലാണ് ഇന്ത്യക്കാർ ധാരാളം ഉള്ളത്. അപ്പോൾ എൻ്റെ കോഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇവിടെ അടുത്ത് ക്ഷേത്രങ്ങൾ വല്ലതും ഉണ്ടോ, ഇന്ത്യക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമല്ലേ, ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടോ, ഒന്ന് പോയി സന്ദർശിക്കാമെന്ന് വെച്ചാൽ ഞാൻ ഹരേ രാമ ഹരേ കൃഷ്ണ ടെമ്പിളിൽ പോയി സന്ദർശിച്ചു. എന്തോ അന്ന് എനിക്ക് ഹരേ രാമ ഹരേ കൃഷ്ണ ടെമ്പിളിലെ ഒരു പ്രോഗ്രാമൊന്നും എനിക്ക് അത്രയൊരു സുഖകരമായിട്ട് തോന്നിയില്ല. കാരണം അവിടെ ഒത്തിരി കുറേ ഡാൻസും ഒക്കെ, പ്രധാനമായിട്ടും വൈറ്റ്സും അവിടുത്തെ നാഷണൽസ് ആയിട്ടുള്ളവരും ഒക്കെയാണ് അവിടെ പരിപാടികൾ നടത്തുന്നത്. അവിടെ ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ക്ഷേത്ര സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എനിക്ക് അതത്ര ഒരു സുഖകരമായിട്ട് തോന്നി. ഇന്ന് എനിക്കറിയാം എന്തുകൊണ്ടാണ് അവരങ്ങനെ ഡാൻസ് ചെയ്യുന്നത്. അതും ഭക്തിമാർഗത്തിൻ്റെ വേറൊരു രീതിയാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അന്ന് എനിക്ക് അത്രയൊന്നും ഒരു വിവരം ആ കാര്യത്തിലില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് അവിടെ നിന്ന് പോയിട്ട് പതുക്കെ നടന്നു പോയപ്പോൾ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്നു സായിബാബ ദ മാൻ ഓഫ് മിറക്കിൾസ്. ഈ പുസ്തകം ഹോവാർഡ് മഫറ്റ്, സായിബാബ ദ മാൻ ഓഫ് മിറക്കിൾസ്, ഹോവാർഡ് മഫറ്റ് എഴുതിയ വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ കൂടിയാണ് സത്യത്തിൽ ഇങ്ങനെയൊരു അവതാര പുരുഷൻ, അവതാര ശ്രേഷ്ഠ പുരുഷൻ എന്ന് വേണമെങ്കിൽ പറയാം, പുണ്യപുരുഷൻ എന്ന് പറയുന്നതിലും തെറ്റില്ല. കേരളക്കാരിത് മുഴുവൻ ആൾ ദൈവം അങ്ങനെയുള്ള തെറ്റായ സംജ്ഞകൾ ഉപയോഗിച്ച് നമ്മൾ ഓരോ ആൾക്കാരെ അത്തരത്തിലുള്ള ശ്രേഷ്ഠ പുരുഷന്മാരെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ പലരിലും ഉള്ളതെന്നുള്ളത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ പറയേണ്ടിയിരിക്കുന്നു. സാർ, ഈ പുസ്തകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കും ഈ ഒരു പുസ്തകത്തിന്റെ ഒരു അനുഭവം ഉണ്ട്. അതായത് ഞാൻ പഠിപ്പിച്ച ശ്രീജിത്ത് എന്ന് പറയുന്നൊരു കുട്ടിയുണ്ട്. കുട്ടിയല്ല, ഇപ്പൊ വളരെ ഗ്രോണപ്പ് ആയിട്ടുള്ള ഒരാളാണ്, ഫിസിക്സ് അധ്യാപകനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി അന്ന് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത്, പുള്ളി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ദിവസം ഒരു ബുക്ക് കൊണ്ടുവന്നു, ഒരു വളരെ ചെറിയൊരു ബുക്ക്, ഇംഗ്ലീഷ് ബുക്കാണ്. എന്നിട്ട് പറഞ്ഞു എൻ്റെ വീട്ടിൽ എങ്ങനെയോ വന്ന ബുക്കാണ്, വീട്ടിലാരും വായിക്കില്ല, അപ്പോൾ സാറിന് താല്പര്യം ഉണ്ടെങ്കിൽ വായിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അയാളെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ബുക്ക് നോക്കുമ്പോൾ വളരെ ചെറിയൊരു ബുക്കാണ്, ഈ ബുക്കാണ് സായിബാബ ദ മാൻ ഓഫ് മിറാക്കിൾസ്, ഹോവാർഡ് മൊഫറ്റിന്റെ ബുക്ക്. ആ ബുക്ക് ഞാൻ ഇതുവരെയും എൻ്റെ ലൈബ്രറിയിൽ വെച്ചിട്ടില്ല, എൻ്റെ മേശയ്ക്കകത്ത് ഞാൻ ഇപ്പോഴും ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ പുതിയ കോപ്പി ഞാൻ ഇമ്പോർട്ട് ചെയ്ത് ഞാൻ മേടിച്ചു. കാരണം വളരെ അത്ഭുതങ്ങളുടെ ഒരു വലിയൊരു പുസ്തകമാണ്. ആദ്യമായിട്ട് ഞാൻ ബാബയെ കാണുന്നത് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന റിക്ക് എന്നാണ് അയാളുടെ പേര്. ഋഗ്വേദത്തിന്റെ ഇതിൽ അച്ഛനിട്ട പേരാണ് റിക്ക് സാം
എന്നാണ്, ജ്യോതി അങ്ങനെയാണ് അവരുടെ പേര്. അപ്പൊ ഈ റിക്കിന്റെ വീട്ടിൽ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് ചോറുപൊതിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഇങ്ങനെ വലിയ മുടിയുള്ള ഒരാളുടെ ഫോട്ടോ. അപ്പൊ മനസ്സ് അതിലും കൂടെ ഉടക്കുന്നു. 5ാം ക്ലാസ് 6ാം ക്ലാസ് ആ സമയമാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് സായിബാബയാണ്. അപ്പൊ നമ്മൾ പിന്നെ നമ്മുടെ അന്നത്തെ ആ ഒരു ബാല്യത്തിന്റെ ഒരു ഇതിൽ അത്രയും പ്രാധാന്യം കൊടുത്തില്ല. കുറെ നാൾ കഴിയുമ്പോൾ മാതൃഭൂമിയുടെ ഒരു സപ്ലിമെന്റ് ഇങ്ങനെ കടകളിൽ തൂങ്ങി കിടക്കുന്നുണ്ട്, ഇതേ മുഖം. അത് 2ാമത്തെ പ്രാവശ്യം ഞാൻ കാണുന്നതാണ്. അപ്പൊ പിന്നീട് എവിടെയൊക്കെയോ ഇങ്ങനെ ചെറിയ ചെറിയ സൂചകങ്ങളായിട്ട് അത് കണ്ടു. പിന്നീട് എൻ്റെ കയ്യിൽ ഈ പുസ്തകം ആദ്യമായിട്ട് കിട്ടുന്നത് ഈ പുസ്തകമാണ്. ശ്രീജിത്ത് വീഡിയോ തീർച്ചയായിട്ടും കാണുന്നുണ്ടാവും. ശ്രീജിത്താണ് എൻ്റെ ആ പുസ്തകം, അതുപോലെ എൻ്റെ കയ്യിലുണ്ട്. ലക്ഷക്കണക്കിന് കോപ്പി അത് വളരെ ചെറിയതാണ്, എത്രയുള്ളതല്ല, വളരെ ചെറിയൊരു ബുക്കാണ്. ഇത്ര സൈസിലുള്ള ഒരു ബുക്കാണ്. അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ ഫോട്ടോ ഞാൻ ഇടുന്നുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ, ഞാനത് ഇടും. ഞാനിപ്പോ വളരെ ഹാപ്പി. ശ്രീ ബിജു പത്മനാഭൻ ഇതേ പുസ്തകം വായിച്ചായിരിക്കാം ഒരു പക്ഷേ സത്യസായി ബാബയിലെ. അപ്പൊ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണ ബുക്കുകളൊന്നും എനിക്കങ്ങ് ദഹിക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അന്ധവിശ്വാസമുണ്ടോ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമുണ്ടോ എന്നുള്ള സംശയത്തോടു കൂടിയാണ് ഞാൻ സാധാരണ മറ്റു പല ഇത്തരത്തിലുള്ള പുസ്തകങ്ങളെ നോക്കിക്കാണുന്നത്. ഞാൻ ഈ പുസ്തകം വായിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഓഥറിനെ കുറിച്ചൊന്ന് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഹോർവാർഡ് മഫറ്റ് ഒരു വാർ കറസ്പോണ്ടന്റ് ആയിരുന്നു. അന്ന് പറഞ്ഞാൽ 2nd വേൾഡ് വാർ കഴിഞ്ഞപ്പോഴത്തേക്കും, 2ാം ലോകയുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്കും ഹോങ്കോങ്, ചൈനയുടെ കിഴക്കൻ ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു ഹോർവാർഡ് മഫറ്റ് ജോലി ചെയ്തിരുന്നത്. ബ്രിട്ടീഷ് സിറ്റിസൺ ആയിരുന്നു, പിന്നീട് ഓസ്ട്രേലിയൻ സിറ്റിസൺ ആയിട്ട് മാറുകയായിരുന്നു. അപ്പം ഈ ഓഥർ വളരെ പരിചയസമ്പന്നനും ആയ ഒരു പത്രപ്രവർത്തകനായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും, വാർ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് തോന്നി കുറച്ച് ആത്മീയമായ കാര്യങ്ങളിലേക്ക് പോകണമെന്ന് തോന്നി. അങ്ങനെ തായ്ലൻഡ്, വിയറ്റ്നാം മുതലായ രാജ്യങ്ങളിലൊക്കെ പോവുകയും പിന്നീട് ഇന്ത്യയിലേക്ക് വരികയാണ് ചെയ്തത്. ഇന്ത്യയിലേക്ക് വന്ന് ആദ്യം മദ്രാസിലേക്ക് വരികയും അവിടെ ആരോ ഈ ഹോർവാർഡ് മഫറ്റിനോട് പറഞ്ഞു, അത് ഈ പുസ്തകത്തിനകത്തുണ്ട്, ഒരു വലിയ ദിവ്യപുരുഷൻ പുട്ടപർത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരിപ്പുണ്ട്, ഒരു പക്ഷേ ഒരു തോണിക്കടത്തുകാരനോ അങ്ങനെ ആരാണ്ടാണ് പറഞ്ഞതെന്നാണ് നിങ്ങൾ അവരെ പോയി കാണും. പിന്നീട് എനിക്ക് മനസ്സിലായി ഇതൊക്കെ സത്യസായി ബാബ തന്നെ ഇദ്ദേഹത്തിലുണ്ട ഇനിഷ്യേറ്റ് ചെയ്ത തോട്ട്സ് ആണ്, വിചാരങ്ങളാണെന്നുള്ളതാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. ഹോർവാർഡ് മഫറ്റ് ഇതല്ലാതെ അനേകം പുസ്തകങ്ങൾ എഴുതി. ഓസ്ട്രേലിയയിൽ വെച്ച് 90 വയസ്സ് കഴിഞ്ഞിട്ടുമൊക്കെയാണ് അദ്ദേഹത്തിന്റെ മരണം ഉണ്ടായത്. അദ്ദേഹത്തിന് വേണ്ട ലൈഫ് എക്സ്റ്റൻഷൻ മുഴുവൻ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, സത്യസായി ബാബയാണ് നീട്ടിക്കൊടുത്തത്. എൻ്റെ ജോലികൾ ഇനിയും തുടർന്നു പോകണം എന്നുള്ള ഉപദേശത്തോടുകൂടി ലൈഫ് സ്പാൻ നീട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഹോർവാർഡ് മഫറ്റിൻ്റെ ഈ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണ് ഇപ്പം മറ്റു പലരെ പോലും സത്യസായി ബാബയിലേക്ക് എത്തിച്ചേർന്നത്, ചേരാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം ശരിക്കും ഒരു ഡൂബിയസ് മൈൻഡോട് കൂടിയാണല്ലോ ആദ്യം ബാബയെ കാണാൻ പോകുന്നത്, ഒരു വലിയ സംശയത്തോടെ. അപ്പൊ ഈ പുസ്തകത്തിൽ നമുക്ക് അതിശയകരമായ രീതിയിലാണ് ഹോർവാർഡ് മഫറ്റ് ഇതിൽ ഗവേഷണം നടത്തിയിരിക്കുന്നത്. വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം. അദ്ദേഹം അവിടെ പുട്ടപർത്തിയിൽ ചെല്ലുകയും അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരോട് ഇന്റർവ്യൂ ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇത് തമ്മിൽ കോറിലേഷൻ ഉണ്ടോ എന്നുള്ളതാണ് പുള്ളി ശ്രദ്ധിച്ചത്. വേറൊരു കാര്യം, ഇതുപോലെയുള്ള ആത്മീയ ഗുരുക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ പറയുന്ന എക്സ്പ്രഷൻസ്, അവരേത് രീതിയിൽ ഇത് പ്രകടിപ്പിക്കപ്പെടുന്നു, ഇതൊക്കെ പുള്ളി നോട്ട് ചെയ്യും. പിന്നെ അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പുള്ളി ക്രോസ് ചെക്ക് ചെയ്തു. സായിബാബയുടെ ജനനം, പിന്നീട് അവതാർ ഡിക്ലറേഷൻ. 14-ാം വയസ്സായപ്പോഴത്തേക്കും സായിബാബ അവതാർ ഡിക്ലറേഷൻ നടത്തി. അങ്ങനെ സ്വന്തം വീട്ടിൽ നിന്ന് മാറി താമസിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ ഹോർവാർഡ് മഫറ്റ് 1960-കളിലായിരിക്കണം അവിടെ വന്നത്. ചെക്ക് ചെയ്തതിന് ശേഷം എഴുതിയ ഒരു ഗവേഷണ ഗ്രന്ഥമാണ് സായിബാബ ദ മാൻ ഓഫ് മിറക്കിൾസ് എന്ന് പറയുന്ന പുസ്തകം. ഇത് വായിച്ച് തീർന്നപ്പോഴേ ഞാൻ വളരെ ഇംപ്രസ്ഡ് ആയി. അതിനോടകം ഈ പുസ്തകം ഇരുന്നത് സത്യത്തിൽ ഒരു ചെറിയ ഇന്ത്യക്കാരൻ്റെ ഒരു ഷോപ്പിലാണ്. അപ്പം ഞാൻ ഈ ഇന്ത്യക്കാരനോട് ചെന്ന് എനിക്ക് പുസ്തകം വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞിട്ട് ചോദിച്ചു എവിടുന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ നിന്നാണ്, ഞാനിങ്ങനെ ഈസ്റ്റേൺ കേപ്പിൽ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യക്കാരനാണ്. അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇപ്പം ദക്ഷിണാഫ്രിക്കയായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് യാതൊരു ബന്ധവും ഇല്ല, അപ്പം ഈ പുസ്തകം നിങ്ങൾ തന്നു ഞങ്ങൾ പിന്നെ എവിടുന്ന് ഞങ്ങളുടെ ആൾക്കാർ തരും. അപ്പോൾ ആ ചെറുപ്പക്കാരനായ വ്യക്തിയുടെ അച്ഛൻ ഇത് മുഴുവൻ കേട്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അവിടെ സത്യസായി ബാബയുടെ ഒരു പടവുമുണ്ട്, ഒരു വിളക്കും കത്തിച്ചു വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടുന്ന ഈ പുസ്തകം? ഞങ്ങളിത് ഇംഗ്ലണ്ട് വഴിയൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് വരുത്തുന്നത്, കാരണം ഇന്ത്യയായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഇല്ല, നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ വാങ്ങിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ ശരി, അങ്ങനെ അത് പറഞ്ഞത് ശരിയാണ്, അങ്ങനെയാണ് അങ്ങ് പറയുന്നത് കേട്ടപ്പോൾ ഉടനെ ഈ അച്ഛൻ ഇടപെട്ടിട്ട് പറഞ്ഞു, ഇംഗ്ലീഷാണ്, അവരെല്ലാവരും ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിക്കുന്നത്, തമിഴ് ഹിന്ദിയൊന്നും അവർക്ക് വശമില്ല. നോ, യു പ്ലീസ് ഗിവ് ഹിം ദാറ്റ് ബുക്ക്, ഇറ്റ് മേ ബി സ്വാമീസ് ഡിസിഷൻ, ഹൂ നോസ്. ഇന്ന് എനിക്കിതറിയാം, അതൊരു പ്രവചനമായിട്ട് വരികയാണ് ഉണ്ടായത്. ഇറ്റ് വാസ് സ്വാമീസ് ഡിസിഷൻ ദാറ്റ് ഐ മസ്റ്റ് റീഡ് ദിസ് ബുക്ക്. കാരണം എൻ്റെ മനസ്സ് ഇത്തരത്തിലുള്ള പുസ്തകമാണ് ഇഷ്ടപ്പെടുന്നത്, ഒന്ന്. രണ്ട്, ഇതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പുസ്തകം. അതും വായിച്ചു. ഈ ഇംപ്രഷൻസും കൂടെ വായിച്ചപ്പോഴത്തേക്കും ഞാനൊരു തികഞ്ഞ വിശ്വാസിയായില്ലേലും ഒരു തികഞ്ഞ അന്വേഷകനായി മാറി ഈ കാര്യം. കാരണം ഇതിലെ പല എക്സാമ്പിൾസും എക്സ്പീരിയൻസുകളും ചെയ്യും നമ്മള് ഭയങ്കരമായിട്ട് വിവൽറിയിപ്പിക്കുന്ന ഒരു. അതെ അതെ അതെ. അദ്ദേഹം തന്നെ ആദ്യം പറയുന്നുണ്ട്, ബാബയെ കാണാൻ പോകുമ്പോൾ ഭയങ്കര ഒരു ഡൗട്ട്ഫുൾ മൈൻഡോട് കൂടി പോകുന്നു, കാരണം ഇതുവരെ ലോഹയുടെ ഇതിട്ടിട്ടുണ്ട്, അപ്പൊ ഇതിനകത്തുനിന്ന് ഭസ്മം എടുക്കുന്നതൊക്കെയാണ്. അപ്പൊ അദ്ദേഹത്തിനെ ആദ്യമായിട്ട് കാണുമ്പോൾ കൈ രണ്ടും കൂടെ ഇങ്ങനെ ചേർത്ത് ഇതുവരെ മുകളിലോട്ട് കയറ്റും, കയറ്റിട്ട് രണ്ട് കൈകളും ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടാണ് ഭസ്മം ഇട്ടത്. അപ്പോഴത്തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള തോട്ട് ബാബ അറിഞ്ഞത് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് നരേഷൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അങ്ങോട്ട് പോകുന്നതോറും ഭയങ്കര അല്ലേ സാർ, നമുക്കത് ഒരിക്കലും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തത്രയും വലിയ. ഈ കാര്യത്തിൽ ഞാൻ എല്ലാവരോടും പറയും, ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഒരു ഫിനോമിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഗവേഷണം ചെയ്ത് അന്വേഷണം നടത്തണം. പുസ്തകങ്ങളിൽ കൂടി അന്വേഷിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പുട്ടപർത്തി പോകണം. പക്ഷേ ഇന്നിപ്പോൾ സത്യസായി ബാബ ജീവിച്ചിരിപ്പില്ല, മഹാസമാധി കഴിഞ്ഞു. 2011 സ്വാമി, ഏപ്രിൽ മാസം അല്ലേ, ഏപ്രിൽ മാസം ആണ് സമാധി ഉണ്ടായത്. അതിനുശേഷം ഇപ്പൊ 13 വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു. ഇത് ഏപ്രിൽ മാസമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇത് ഏപ്രിൽ മാസമാണ്, നാളെയാണ് സമാധി. അപ്പോൾ ഈ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, അത് നിങ്ങൾ ഏത് മതസ്ഥരാകട്ടെ, വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, ഇതിനെ ഇകഴ്ത്തി കാണുന്നവരാകട്ടെ, നിങ്ങൾ ഇങ്ങനെയുള്ള പ്രതിഭാസ പുരുഷന്മാരെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ അത് സംബന്ധിച്ചിട്ടുള്ള ലിറ്ററേച്ചർ ധാരാളം അവൈലബിൾ ആണ്, അത് വായിക്കണം. അത് ഒരു നീണ്ട യാത്രയായിരിക്കും കേട്ടോ. എനിക്ക് 20 വർഷം വേണ്ടി വന്നു. 20 വർഷം എന്ന് പറയാൻ പറ്റില്ല, അതിന് മുമ്പേ ഞാൻ കൺവിൻസ്ഡായി ഇതിലൊക്കെ യാഥാർത്ഥ്യമുണ്ടെന്നുള്ളത്. ആ കൂട്ടത്തിൽ എനിക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലായി, സയൻസ് കൊണ്ടൊന്നും ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. ഭൗതികവാദം കൊണ്ട് ഒരു കാരണവശാലും ഈ ആത്മീയമായ കാര്യങ്ങളിൽ നമുക്ക് ഒരു തെളിവ് കൊണ്ടുവരാനോ ഒന്നും സാധ്യമല്ല. ഭൗതിക വാദത്തിൽ നിന്ന് മാറ്റി സാധനകളിൽ കൂടിയും ആത്മീയ നിഷ്ഠകളിൽ കൂടിയും ഏവർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്താവുന്നതാണ്. സത്യസായി ബാബ ഓർഗനൈസേഷൻ്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ തന്നെ, നിങ്ങൾ ഏത് മതസ്ഥരായിക്കോട്ടെ, നിങ്ങൾ ക്രിസ്ത്യാനികളാവട്ടെ, പാഴ്സികളാവട്ടെ, ഇസ്ലാമാകട്ടെ, സിഖ് മതക്കാരാവട്ടെ, വേണ്ട ഇതൊന്നുമില്ലാത്ത പഗൻ വർഷിപ്പേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ തന്നെ വിശ്വാസത്തെ കൂടുതൽ ബലപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവതരിച്ചിരിക്കുന്നത്. എൻ്റെ അവതാരോദ്ദേശം തന്നെ, എൻ്റെ ആഗമനോദ്ദേശം തന്നെ സകല മനുഷ്യരാശിക്കും ആത്മീയ ശക്തി പകർന്നു കൊടുത്ത് ഓരോ വ്യക്തികളെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളിൽ നിന്ന് മുക്തി നേടാനായി ഏക മാർഗം ദൈവത്തെ അറിയുക, സ്വയം അറിയുക, ആ വഴി ദൈവത്തെ അറിയുക എന്നുള്ളതാണ് സായി ടീച്ചിങ്സ്. അതിൻ്റെ ഈ എംബ്ലത്തിൽ തന്നെ 5 മതങ്ങളുടെ സിമ്പിൾസാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ പ്രധാനപ്പെട്ട മതങ്ങളുടെയും സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുട്ടപർത്തിയിൽ ധാരാളം ക്രിസ്ത്യാനികളും, പ്രത്യേകിച്ച് വെസ്റ്റേൺ വേൾഡിൽ നിന്നുള്ള ധാരാളം ക്രിസ്ത്യാനികളും മുസ്ലിം മതക്കാരും, സൗദി അറേബ്യയിൽ നിന്നൊക്കെ വലിയ ഡെലിഗേഷനാണ് വന്നുകൊണ്ടിരുന്നത് പുട്ടപർത്തിയിൽ, സ്വാമിയെ കാണാനും സ്വാമിയുടെ അനുഗ്രഹം വാങ്ങിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതാണ് സായി ടീച്ചിങ്സ്. അല്ലാതെ നമ്മളെ ദുരുപയോഗം ചെയ്യാനോ നമ്മളെ ചൂഷണം ചെയ്യാനോ യാതൊരുവിധ ശ്രമവും നടത്തിയിട്ടില്ല എന്നുള്ളത് എനിക്ക് ബോധ്യമായി. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ കൂടുതൽ അന്വേഷണത്തിലേക്ക് മുതിർന്നു. അങ്ങനെ വന്നപ്പോൾ ഇന്റർനെറ്റിൽ ഒരു വിവാദം കണ്ടു സ്വാമിയുടെ ബർത്ത് ഡേറ്റിനെ കുറിച്ച്. 1926 നവംബർ 23 സ്വാമിയുടെ ജനനം. പക്ഷേ ഇന്റർനെറ്റിൽ ഒരു
അധിക്ഷേപം വന്നു, ഇത് ശരിയല്ല, സ്വാമിയുടെ ജനനം വേറൊരു വർഷമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമി പഠിച്ചിരുന്ന സ്കൂള് ബുക്കപട്ടണം എന്ന് പറഞ്ഞ ഒരു സ്കൂളിലാണ്. അത് പുട്ടപർത്തിയിൽ നിന്ന് ഉദ്ദേശം 6 കിലോമീറ്റർ അകലെ ഉള്ള ഒരു ചെറിയ ടൗൺ തന്നെയാണ്. ഞാൻ വിചാരിച്ചു ഞാൻ ഈ സ്വാമിയുടെ പ്രൈമറി സ്കൂളിൽ ഒന്ന് പോയി നോക്കാം. കാരണം ഞാനൊരു വിശ്വാസിയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ എനിക്കിതിനെ സംബന്ധിച്ചിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും. ഞാൻ അവിടെ ചെന്നപ്പോൾ ഹെഡ് മിസ്ട്രസ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. പൊതുവെ അങ്ങനെയുള്ള പ്രൈമറി സ്കൂളുകൾ തെലുങ്കാന, മറ്റേ ആന്ധ്രാപ്രദേശൊന്നും ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കുറവാണ്. പക്ഷേ നല്ലൊരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന സ്ത്രീ വലിയ കാര്യമായിട്ട് വെൽക്കം ചെയ്ത് എന്നെ കൊണ്ട് കാണിച്ചു തന്നു. സ്വാമിയുടെ ജ്യേഷ്ഠൻ സ്വാമിയെ സത്യസായി ബാബയെ ഏകദേശം 6 വയസ്സോ ഒക്കെ ഉള്ളപ്പോഴത്തേക്കും അവിടെ വന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ രജിസ്റ്റർ ഞാൻ സ്വന്തമായിട്ട് കണ്ടു. സ്വാമിയുടെ ജ്യേഷ്ഠൻ്റെ ഒപ്പം ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ആ രജിസ്റ്റർ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ 1-2 യൂറോപ്യൻ വൈറ്റ്സ് ഇവിടെ വന്ന് ചോദിച്ചിരുന്നു ഞങ്ങളോട്. ഞങ്ങളിതെല്ലാം എടുത്ത് കാണിച്ചു. എനിക്ക് ബോധ്യമായി. ഇനിയിപ്പോൾ ഒരു വർഷം ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ പോലും മറ്റു പലരുടെയും കാര്യത്തിൽ എനിക്കറിയാം, ഈ സാധാരണ സ്കൂളിൽ ചേർക്കുമ്പോഴത്തേക്കും ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പ്രതീക്ഷിച്ചുകൊണ്ട് സാധാരണ വയസ്സ് കൂട്ടി കാണിക്കാറുണ്ട്. അത് നമ്മുടെ നാട്ടിലെ ഒരു പൊതു ചടങ്ങായിരുന്നു. ഇപ്പം അതൊക്കെ മാറിയിരിക്കുന്നു. ഇതൊക്കെ എടുത്തു കാട്ടി ഒരു അവഹേളനത്തിലേക്ക് എന്തിനാണ് ഇവർ ശ്രമിച്ചതെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി സത്യസായി ബാബയ്ക്കെതിരായിട്ട് വലിയൊരു ലോബി വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ആ കൂട്ടത്തിൽ പല കേരളീയരും പെട്ടുപോയി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഞാൻ ബുക്കപട്ടണത്തിൽ നിന്ന് ഇതൊക്കെ കൺവിൻസ്ഡ് ആയിട്ട് ഞാൻ തീരുമാനിച്ചു, ശരി ഇനിയും തൊട്ട് ഞാൻ റെഗുലറായിട്ട് പുട്ടപർത്തിക്ക് വരാം. ഒരു ആത്മീയ വിശ്വാസത്തിലേക്ക് ഞാൻ കടന്നു. എന്നിരുന്നാലും തികച്ചും ഒരു ലോജിക്കൽ യുക്തിപരമായ കാര്യങ്ങൾ കൂടി മാത്രമേ ഞാൻ ഇതിനെയെല്ലാം നോക്കി കണ്ടിട്ടുള്ളൂ. പിന്നീട് എൻ്റെ അന്വേഷണം പുരോഗമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് സയൻസ് കൊണ്ടോ നമ്മുടെ ഭൗതിക പ്രക്രിയകൾ കൊണ്ടോ ഒരിക്കലും, ഞാൻ പറഞ്ഞല്ലോ, ആത്മീയപരമായ കാര്യങ്ങൾ നമുക്ക് കയറി ചെല്ലാൻ പറ്റില്ല. എന്നാൽ അടുത്ത കാലത്ത് നടന്ന സ്കോൾ എക്സ്പെരിമെൻറ്റ് ഇതിനെയൊക്കെ സാധൂകരിക്കുന്ന, ആ സ്കോൾ എക്സ്പെരിമെൻ്റ് പിൻബലത്തിൽ കൂടിയാണ് ഞാൻ ഈ ഒരു ചെറിയ പ്രഭാഷണം നടത്തുന്നത്. സ്കോൾ എക്സ്പെരിമെൻ്റ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്കോൾ എക്സ്പെരിമെൻറ്റിൽ ഉണ്ടായ പ്രതിഭാസങ്ങളെല്ലാം തന്നെ സത്യസായി ബാബ പുട്ടപർത്തിയിൽ കാണിച്ചുകൊണ്ടിരിക്കുക നിത്യേന. അവിടെ നിത്യേന നടക്കുന്നത് വലിയ അത്ഭുതങ്ങളാണ്. അതിലൊന്നു മാത്രമാണ് ഈ വിഭൂതി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ഈ വിഭൂതി കൊടുക്കുന്നത് നമ്മളെ സ്വാധീനിക്കാനോ നമ്മളെ മയക്കാനോ വേണ്ടിയിട്ടല്ല. പലർക്കും ആത്മീയമായും പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഈ വിഭൂതി കഴിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്നുള്ളത്. കാരണം നമുക്ക് നമ്മുടെ മനസ്സിനെ കാം ചെയ്യാനും നമ്മുടെ അസുഖത്തെ മാറ്റാനും പലരും വിഭൂതി കഴിച്ച് അസുഖം മാറ്റിയതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ വിഭൂതി ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് സ്വാമിയുടെ ഒരു ഗിഫ്റ്റാണ്, ഒരു ഹീലിംഗ് പ്രോസസ്സാണ്. ഒരു ലീല എന്ന് പറയുന്നത് മിറക്കിൾസ് എല്ലാം ലീലയുടെ. പക്ഷെ വിഭൂതിയുടെ കാര്യത്തിൽ സ്വാമി ചെയ്യുന്നത് എല്ലാവർക്കും ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ആത്മിക് പ്രോസസ്സാണ്.